Hello friends, welcome to my channel Dream Your Life. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് OET റീഡിംഗ് പാർട്ട് ബി യെ പറ്റിയാണ്. പാർട്ട് ബി എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ OET റീഡിംഗ് പാർട്ട് ബിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 6 ക്വസ്റ്റ്യൻസും 3 ഓപ്ഷൻസും ABC 3 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണോ അത് നമ്മൾ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പാർട്ട് ബിയിൽ ചെയ്യേണ്ടത്. അപ്പം ഈ പാർട്ട് ബി നമ്മൾ പാർട്ട് ബിയും പാർട്ട് സിയും കൂടെ ചെയ്യാനായിട്ട് നമുക്ക് 45 മിനിറ്റ്സ് ആണുള്ളത്. 15 മിനിറ്റ്സ് പാർട്ട് കഴിഞ്ഞ് പാർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് ആൻസർ ബുക്ക്ലെറ്റും വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് പാർട്ട് ബി ആൻഡ് സി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എക്സാം ടൈമിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പാർട്ടും ബി ആൻഡ് സി ചെയ്യാൻ ടുഗദർ 45 മിനിറ്റ്സ് ആണ് ഉള്ളത്. ബിക്ക് ഇത്ര ടൈം, സിക്ക് ഇത്ര ടൈം എന്ന് പറയുന്നില്ല, ഇത് ടുഗദർ ഇത്ര ടൈമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട് സി ആദ്യം ചെയ്യാം, പാർട്ട് സി ചെയ്ത് കഴിഞ്ഞ് പാർട്ട് ബി ചെയ്യാം, അല്ലെങ്കിൽ ബി കഴിഞ്ഞ് സി, അത് നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയാണെങ്കിലും ടോട്ടൽ ടൈം 45 മിനിറ്റ്സ് ആണുള്ളത്. അപ്പോൾ പാർട്ട് ബി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ഞാൻ പറയുന്നത് ഒരു 10 to 12 മിനിറ്റ്സ് മാക്സിമം അതിനുള്ളിൽ പാർട്ട് ബി കംപ്ലീറ്റ് ആകണം. അപ്പോൾ നമുക്ക് തോന്നും പാർട്ട് എ കഴിഞ്ഞു, ആ 15 മിനിറ്റ്സിനുള്ളിൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് 45 മിനിറ്റ്സ് എടുത്ത് പാർട്ട് ബി ആൻഡ് സി ചെയ്യാമെന്ന് തോന്നും. പക്ഷേ അങ്ങനെയില്ല. നമ്മൾ ടൈം വെച്ച് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഏകദേശം 2 മിനിറ്റ്സ് അത്രയൊക്കെ ടൈം കിട്ടുന്നുള്ളൂ. അപ്പം ആ പാർട്ട് എ ചെയ്ത് അതേ സ്പീഡിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യന് വായിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ആശയം മനസ്സിലാക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് ബിയിലുള്ളത്. അപ്പോൾ നമ്മൾ തറവായിട്ടത് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ 3 മെത്തേഡാണ് പാർട്ട് ബി സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ മെത്തേഡിൽ പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, പിന്നെ നമ്മൾ ടെക്സ്റ്റ്, നമുക്കൊരു പാരഗ്രാഫ് തന്നിരിക്കും, ആ ടെക്സ്റ്റ് വായിക്കുന്നു, പിന്നെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 3 ഓപ്ഷൻസ് വായിച്ച് അതിലേതാണ് കറക്റ്റ് ആൻസർ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതാണ് ഒരു മെത്തേഡ്. ഈ മെത്തേഡാണ് ഞാൻ എൻ്റെ എക്സാമിന് യൂസ് ചെയ്തത്. ഇതാണ് എനിക്ക് ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഓരോരുത്തർക്കും ഓരോരുത്തരും ഓരോ ലെവലിലുള്ളവരുണ്ട്. പല മെത്തേഡ് പലർക്ക് അത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കുമല്ലോ ഓരോരുത്തരുടെയും സ്കില്ലും കാര്യങ്ങളും. അപ്പം ഓരോ മെത്തേഡും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് സ്കോർ കിട്ടുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചു, നമ്മൾ ടെക്സ്റ്റ് വായിച്ചു, 3 ഓപ്ഷൻ വായിച്ചു, അതിൽ നിന്ന് കറക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. ഈ സെക്കൻഡ് മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നു, ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നില്ല, ഫസ്റ്റ് ടെക്സ്റ്റ് വായിക്കുന്നു, ടെക്സ്റ്റ് വായിച്ച് അത് മനസ്സിലാക്കി, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ വായിച്ച് അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യനും കാണണം. പിന്നെ നമ്മൾ ഓപ്ഷനിലോട്ട് പോകുന്നു. ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് വായിക്കാനും അതുപോലെ വായിക്കുന്ന കാര്യം മനസ്സിൽ കുറച്ച് സമയം നിൽക്കുകയും ചെയ്യുന്നുള്ള ആൾക്കാരാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് ഫസ്റ്റ് മെത്തേഡായിരിക്കും നല്ലത്. ഇനി ഒരു മെത്തേഡ് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ വായിക്കുന്നു, 3 ഓപ്ഷൻസ് വായിക്കുന്നു, അത് കഴിഞ്ഞ് ടെക്സ്റ്റിലേക്ക് പോകുന്നു. ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ രീതി നമുക്ക് ചെയ്യാവുന്ന കൂടുതലും ഇപ്പോൾ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല എങ്കിൽ അത് ഓപ്ഷനോട് കൂടി ചേർത്ത് വായിച്ചിട്ട് പിന്നെ നമുക്ക് ടെക്സ്റ്റ് വായിക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിൽ ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ വായിച്ചു, ഓപ്ഷൻ വായിച്ചു, പിന്നെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മനസ്സിൽ ആ 3 ഓപ്ഷൻസ് മനസ്സിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി അത് ഷെയ്ഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മൾ പലർക്കും ഉണ്ട്. അപ്പം എനിക്ക് ഇത് 3ലും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് ഫസ്റ്റ് മെത്തേഡാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും റീഡിങ് കപ്പാസിറ്റി അനുസരിച്ച് നല്ല റീഡിങ് സ്കില്ലുണ്ട്, അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സെക്കൻഡ് മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കി പിന്നീട് അതിൻ്റെ ക്വസ്റ്റ്യനിലോട്ടും ഓപ്ഷനിലോട്ടും. അല്ലാതെ ഒരു ആവറേജ് ലെവലിലുള്ളവരുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് മെത്തേഡായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പം ഇതാണ് 3 രീതി ടെക്സ്റ്റ് പാർട്ട് ബി റീഡിംഗ് പാർട്ട് ബി അപ്രോച്ച് ചെയ്യാനുള്ള 3 രീതിയാണിത്. ഈ 3 ഓപ്ഷൻസ്, അതായത് ഈ 6 ക്വസ്റ്റ്യൻസിൽ എ ബി സി അങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ആ 3 ഓപ്ഷൻസിൽ ഒരെണ്ണം റൈറ്റ് ആൻസർ ആയിരിക്കും, ഒരെണ്ണം നോട്ട് ഗിവൺ ആയിരിക്കും, ആ പാസേജിൽ കൊടുത്തിട്ടേ ഉണ്ടായിരിക്കില്ല അതിനെപ്പറ്റി. ഇനി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ആൻസറിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ ഒരു 3 രീതിയിലാണ് സാധാരണ പാർട്ട് ബിയുടെ ഓപ്ഷൻസ് കിടക്കുന്നത്. അപ്പം ആ കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറൊരു കാര്യം, അതായത് നമുക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാം, നമ്മുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ് അതിൻ്റെ ആൻസർ കിടക്കുന്നത് എന്നാണ്. അത് കൂടുതലും അങ്ങനെ ആയിരിക്കാം, പക്ഷേ അതിനോട് എനിക്ക് 100% യോജിപ്പില്ല. ചില പാർട്ട് ബിയുടെ നമ്മൾ ടോട്ടൽ അത് വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി എഴുതേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ കൂടുതൽ. അപ്പം പാർട്ട് ബി മുഴുവൻ വായിച്ച് മനസ്സിലാക്കി തന്നെ എഴുതുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ വായിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു സ്കില്ല് നിങ്ങൾ നേടിയിരിക്കണം. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് വെച്ചാൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ എവിടെയെങ്കിലും ഹൗവർ, ബട്ട്, ഓൾദോ, ഈവൻ ദോ അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനടുത്തായിട്ട് ആൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പാർട്ട് ബി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. 6 ഔട്ട് ഓഫ് 6 നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പാർട്ട് എ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാൾ പാർട്ട് എയും പാർട്ട് ബിയും നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ പാർട്ട് സി മിക്കവാറും കുറച്ച് ടഫായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് മിക്കവർക്കും. അപ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് എക്സാമിന് നല്ല സ്കോർ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ടൈം സെറ്റ് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. പാർട്ട് ബിക്ക് മാക്സിമം 10 to 12 മിനിറ്റ്സ് അതിനുള്ളിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ആ ഒരു സ്കില്ല് നമ്മൾ നേടിയിരിക്കുന്നത് നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജൂബി എന്നാണ്. അപ്പം നിങ്ങൾ OET പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അത് അവർക്കും ഉപകാരപ്രദമായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.